ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശകലനങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചൊവ്വ, നാളെ ബുധൻ, മറ്റന്നാൾ വ്യാഴം. മറ്റന്നാൾ മെയ് 21 വ്യാഴാഴ്ചയാണ് ദൃശ്യം 3 തിയേറ്ററിലെത്തുന്നത്. മോഹൻലാലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് തിയേറ്ററിലെത്തുന്ന ഈ സിനിമ ജിത്തു ജോസഫാണ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്തിട്ടുള്ളത്. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ കൂടിയായ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളനുസരിച്ച് ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം ലോകമെമ്പാടുമായി ചാർട്ട് ചെയ്തിരിക്കുന്നത് 2500-ലധികം തിയേറ്ററുകളാണ്. ഇനി ദൃശ്യം 3യുടെ പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ വേൾഡ് വൈഡ് ഓപ്പണിംഗ് പ്രീസെയിൽ 17,50,00,000 മറികടന്നിട്ടുണ്ട്. വീക്കെൻഡ് പ്രീസെയിൽ, അതായത് വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 4 ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ 24 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ത്യൻ ഓപ്പണിംഗ് പ്രീസെയിൽ 10 കോടിക്ക് മുകളിലും കേരള ഓപ്പണിംഗ് പ്രീസെയിൽ 5,25,00,000 മുകളിലും ഇന്ന് രാവിലെയോടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരള വീക്കെൻഡ് പ്രീസെയിൽ 8,50,00,000-ലുമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെ വമ്പൻ തരംഗമായി മുന്നേറാനുള്ള തയ്യാറെടുപ്പിലാണ് ദൃശ്യം 3. സൂര്യനായകനെ RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മെഗാ ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് കറുപ്പ്. ചിത്രം ആദ്യ 4 ദിവസം പിന്നിട്ട് 5-ാം ദിവസമായ ചൊവ്വാഴ്ചയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇന്ന് പ്രീസെയിലായി ഈ സിനിമ തമിഴ്നാട്ടിൽ നേടിയെടുത്തിരിക്കുന്നത് 4 കോടി റേഞ്ചിലാണ്. കേരളത്തിൽ കറുപ്പ് ഇന്നലെ തിങ്കളാഴ്ച കളക്ട് ചെയ്തത് 1,40,00,000 രൂപയായിരുന്നു. അങ്ങനെ കേരളത്തിൽ 8,51,00,000 രൂപയാണ് 4 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഷെയറായി സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 3,81,00,000 രൂപയുമാണ്. നിലവിൽ തിയേറ്റർ റേറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 3,50,00,000 രൂപയ്ക്കാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കറുപ്പ് കേരളത്തിൽ ലാഭകരമായി മാറിയിരിക്കുകയാണ്. കർണാടകയിൽ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 4 ദിവസം കൊണ്ട് 11,71,00,000 കളക്ട് ചെയ്തത്. 5,51,00,000 രൂപ കർണാടക ഷെയറായി കിട്ടിയിട്ടുണ്ട്. അവിടെ തിയേറ്റർ റേറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 4 കോടി രൂപ മാത്രമാണ്. തെലുങ്കിലും ആദ്യ 4 ദിവസം കൊണ്ട് തന്നെ ബ്രേക്ക് ഈവൻ പോയിന്റ് മറികടന്നിരിക്കുകയാണ് സിനിമ. 15,50,00,000 രൂപയാണ് ആദ്യ 4 ദിവസത്തെ തെലുങ്ക് കളക്ഷൻ. നിലവിൽ 7,94,00,000 രൂപ ഷെയറായി ലഭിച്ചിട്ടുണ്ട്. ഇവിടെ തിയേറ്റർ റേറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 7 കോടി രൂപയ്ക്കാണ്. തമിഴ്നാട് കളക്ഷനായി ഇന്നലെ തിങ്കളാഴ്ച സിനിമ കളക്ട് ചെയ്തത് 11 കോടി രൂപയാണ്. ഇന്ത്യൻ കളക്ഷനായി സിനിമ ഇന്നലെ നേടിയെടുത്തത് 17 കോടി രൂപയുമാണ്. ആദ്യ 4 ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ 62 കോടി കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 147-148 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് മെയ് 14 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് അതിരടി. ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, സെറിൻ ഷഹാബ്, റിയ ഷിബു, ദർശന രാജേന്ദ്രൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ആദ്യ ചൊവ്വാഴ്ച കൂടിയ 6-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. 5-ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 2,40,00,000 രൂപയാണ്. അങ്ങനെ കേരളത്തിൽ 22,75,00,000 രൂപയാണ് ഇന്നലെ തിങ്കളാഴ്ച വരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ആദ്യ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 49,20,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അതേസമയം 6-ാം ദിവസം എന്ന ചൊവ്വാഴ്ച അഡ്വാൻസ് ബുക്കിലൂടെ 1,20,00,000 നേടിയെടുത്ത ഈ സിനിമ ആദ്യ 6 ദിവസം കൊണ്ട് 50 കോടി ക്ലബ്ബ് ഉറപ്പാക്കിയിട്ടുള്ള മുന്നേറ്റമാണ് തുടരുന്നത്. പ്രിയദർശൻ തിരക്കഥ സംവിധാനം ചെയ്ത ഭൂത് ബംഗ്ല എന്ന ബോളിവുഡ് സിനിമയുടെ 32 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 33 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 214,53,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $6.03 മില്യൺ, അതായത് 57,55,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ലോകമെമ്പാടുമായി 272,08,00,000 രൂപയാണ് ഭൂത് ബംഗ്ല നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.